ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എൻ്റെ ഡെലിവറി വ്ളോഗായിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഞാനിപ്പോൾ 39 വീക്സ് പ്ലസ് 1 ഡേ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എപ്പോഴാണ് ബേബി എപ്പോഴും വരാമല്ലോ. അപ്പോൾ പെയിൻ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ഹോസ്പിറ്റലിൽ നമ്മൾ പോകേണ്ടത്. അപ്പോൾ അത് എപ്പോഴാണ് വരുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് ബേബി ഉണ്ടായി കഴിഞ്ഞിട്ട് ഈ വീഡിയോ റിലീസാകുള്ളൂ. കാരണം അതുവരത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനെ ചെറിയ നടക്കാനൊക്കെ ഇറങ്ങിയതാണ്. നടക്കുമ്പം ലേബർ ഇൻഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ എന്നോട് നിർത്തുവാണ്. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഹലോ, അപ്പോൾ ഞാൻ ഇന്ന് 39 വീക്സ് പ്ലസ് 6 ഡേയ്സ് ആയി. നാളെയാണ് എൻ്റെ ഡ്യൂ ഡേറ്റ്. എനിക്കിതുവരെ സിംറ്റംസ് ഒന്നുമില്ല. ഞാൻ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ പക്ഷെ ഇതുവരെ ലേബർ പെയിനോ അങ്ങനത്തെ ഒന്നുമില്ല എനിക്ക്. അപ്പോൾ അടുത്ത അപ്പോയിൻമെൻറ്റ് 7-ാം തീയതി തന്നിട്ടുണ്ട്. 7-ാം തീയതിയാണ് തന്നിരിക്കുന്നത്. നാളെ 2-ാം തീയതിയാണ്. അപ്പോൾ പെയിനൊന്നും ഇല്ലെങ്കിൽ 7-ാം തീയതി വരെ വെയിറ്റ് ചെയ്യും. അല്ല അതിനിടയ്ക്ക് പെയിൻ വന്നാൽ അപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലണം. നാളെ ഡ്യൂ ഡേറ്റ് ആണെങ്കിൽ നാളെ ചെല്ലേണ്ട ആവശ്യമില്ല. പെയിനോ എന്തെങ്കിലും സിംറ്റംസൊക്കെ ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ 40 വീക്സ് പ്ലസ് 1 ഡേ ആയി. എന്നിട്ടും ഒരു മാറ്റവും ഇല്ല. ഞങ്ങൾ ചുമ്മാ പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഒന്ന് മക്ഡൊണാൾഡ്സിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയാനായിട്ട്. ഇന്നിപ്പോൾ 40 വീക്സ് പ്ലസ് 3 ഡേയ്സ് ആയി. ഒരു പെയിനും ഇല്ല, ഒന്നുമില്ല. ഞാൻ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എന്നും നടക്കുന്നുണ്ട്, പറ്റുന്ന എക്സസൈസുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രോഗ്രസ് ഒന്നുമില്ല. അങ്ങോട്ട് വിളിച്ചായിരുന്നു ട്രയാജിലേക്ക്. അപ്പോൾ അവർ പറഞ്ഞു നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് 7-ന് അതുവരെ വെയിറ്റ് ചെയ്യാമെന്ന്. അതുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ ഇന്ന് 40 വീക്സ് പ്ലസ് 5 ഡേയ്സ് ആയി. ഇന്ന് എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ എൻ്റെ ഇപ്പോൾ ചെറിയൊരു പെയിനൊക്കെ. അപ്പോൾ ഞാൻ ട്രയാജിലേക്ക് വിളിച്ചു. അപ്പോൾ അവർ വരാൻ പറഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ്സിലൊരു 6 കൺട്രാക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം പാക്ക് ചെയ്തു പോവാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം. അങ്ങനെ നമ്മൾ എത്തി. ഇപ്പം ഇവിടെ ഒരു മോണിറ്റർ വെച്ചേക്കാണ്. ഒരു ബേബിയുടെ ഹാർട്ട് റേറ്റും എൻ്റെ കൺട്രാക്ഷൻസും അവരിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിവിടെ വന്ന് PV ചെയ്തു. 4 to 5 സെൻറ്റിമീറ്റർ ഡയലേറ്റ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ലേബർ റൂമിലേക്ക് മാറ്റുവാണ്. പെയിനിങ്ങനെ വന്നും പോയി ഇരിക്കുന്നു. ഹോപ്പ്ഫുള്ളി ഡെലിവറി സ്യൂട്ടിലേക്ക് എന്നെ മാറ്റി കഴിഞ്ഞപ്പോൾ അവരെനിക്ക് എൻഡനോക്സ് ഗ്യാസ് വലിക്കാൻ തന്നു. അത് പെയിൻ റിലീഫാണ്. അപ്പോൾ ഓരോ കൺട്രാക്ഷൻസ് വരുമ്പോഴും നമ്മളിങ്ങനെ വലിച്ചാൽ മതി. അപ്പോൾ നമുക്കൊരാശ്വാസം കിട്ടും. ഞാനപ്പോൾ അതുകൊണ്ട് അതേ തന്നെ വലിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. നമുക്കൊരു കിളി പോയ അവസ്ഥയാകും കേട്ടോ. അത് കണ്ടിട്ട് ആൽബിൻ എന്നോട് എനിക്കൊന്ന് വലിക്കാൻ തരാമോ എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ അത് വലിക്കുമ്പോൾ നല്ലൊരു ആശ്വാസമുണ്ട്. ഓരോ കൺട്രാക്ഷൻ വരുമ്പോഴും ഞാൻ അതുകൊണ്ട് അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങോട്ടെല്ലാം ഭയങ്കര ഫാസ്റ്റായിരുന്നു. ബേബിയുടെ ഹാർട്ട് റേറ്റ് കുറയുന്നു, ഹെഡ് പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് നേരെ എന്നെ OT-യിലേക്ക് അവർ മാറ്റി. അങ്ങനെ ഫോർസെപ്സ് ഡെലിവറി ആയിരുന്നു നമുക്ക്. നമ്മളെ അങ്ങനെ OT-ന്ന് നേരെ റിക്കവറിയിലേക്ക് മാറ്റി. കാരണം എനിക്ക് കുറച്ച് ബ്ലഡ് ലോസ് ഒക്കെ ഉള്ള കാരണം അവർ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്കവറിയിലേക്ക് മാറ്റി. ഞാനും ബേബിയും ഓക്കെ ആയിട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഫുഡൊക്കെ അവർ കൊണ്ടു തന്നു. അങ്ങനെ കുറച്ച് നേരം റിക്കവറി വെച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ പിന്നെ വാർഡിലേക്ക് മാറ്റിയത്. വാർഡിൽ പാർട്ട്ണർക്ക് സ്റ്റേ ചെയ്യാൻ നൈറ്റ്. അപ്പോൾ അതുകൊണ്ട് ആൽബിനും ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഒത്തിരി നടക്കാനൊന്നും വയ്യായിരുന്നു. കാത്തീറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്പൈനൽ അനസ്തേഷ്യ തന്നിട്ടുള്ള കാരണം ഒട്ടും തന്നെ എണീറ്റ് കഴിഞ്ഞിട്ടും നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് വിശപ്പ് മാറാത്ത കാരണം അവർ കുറച്ച് ടോസ്റ്റും കൂടെ ഉണ്ടാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ ഫൈനലി 3 ഡേയ്സിന് ശേഷം ഡിസ്ചാർജ് ആവുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന്.
അപ്പോൾ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിവരങ്ങളൊക്കെ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് വീഡിയോയിൽ ആഡ് ചെയ്ത് പറയുന്നതായിരിക്കും. ഇവിടെ വെച്ച് ബാക്കിയുള്ള ദിവസങ്ങളൊന്നും വീഡിയോ എടുക്കാനുള്ള ശേഷിയില്ലായിരുന്നു, അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് വീഡിയോ ഇടുന്നതായിരിക്കും. ബേബി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്.